ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാക്കും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാക്കും. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം സദൃശവാക്യങ്ങളുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ലല്ലോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ ഓർപ്പിക്കുകയാണ്. നാളത്തെ ദിവസം ചൊല്ലി അല്ലെങ്കിൽ ഭാവിയെ ഓർത്ത് വരുംകാലത്തെ ഓർത്ത് മനുഷ്യൻ പ്രശംസിക്കരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം നാളെ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നാം ആരും അറിയുന്നില്ല. അതെല്ലാം മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണെന്ന് യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വായിക്കുമ്പോൾ അവിടെയും ഇതിനോടനുബന്ധമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചേക്കാം. നാളത്തെ ദിവസം ചൊല്ലി ആരും പ്രശംസിക്കരുത്. നാളെ ഞാൻ ഇന്നതാകും, ഇന്നത് ചെയ്യും എന്നൊന്നും മനുഷ്യൻ മനക്കോട്ട കെട്ടി അഹങ്കരിക്കരുത്, പ്രശംസിക്കരുത്. വായിക്കാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി, അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കൂ എന്ന് പറയുന്നവരെ കേൾപ്പീൻ. അവിടെ ഞങ്ങൾ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് വളരെ ധനമുണ്ടാക്കും, ലാഭമുണ്ടാക്കുമെന്ന് സ്വന്തം ഹൃദയത്തിൽ പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്ത് പ്രശംസിക്കുന്നു, എന്നാൽ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നമ്മളാരും നാളെ എന്തെന്ന് അറിയുന്നില്ല, നാളെ എന്ത് ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അറിയുന്നില്ല. വായിക്കാം. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? മനുഷ്യന്റെ ജീവൻ എങ്ങനെയുള്ളതാണ്? അല്പനേരത്തേക്ക് കാണുന്നതും അത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഒരു ആവിയല്ലോ. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, നാളത്തെ ദിവസം ചൊല്ലി ആരും പ്രശംസിക്കരുത്. നാളെ ഞാൻ ഇന്നത് ചെയ്ത് ഇന്ന ലാഭമുണ്ടാക്കുമെന്ന് ആരും പറയരുത്. കാരണം മനുഷ്യന്റെ ആയുസ്, മനുഷ്യന്റെ ആത്മാവ്, ജീവൻ അതൊരു ആവി പോലെയാണ്. ഇന്ന് കാണുന്നതും നാളെ കാണാത്തതുമായ ആയുസിൻ്റെ ഉടമകളാണ് നാം. ദൈവമക്കളെ, അതൊരു നെഗറ്റീവ് ചിന്തയാണെന്ന് പലരും പറയും. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അതൊരിക്കലും ഒരു നെഗറ്റീവ് ചിന്തയല്ല പ്രിയപ്പെട്ട. എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടിയുറച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? നാളെ എന്നൊരു ദിവസം എനിക്കുണ്ടോ അറിഞ്ഞുകൂടാ. എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്ന ഒരായുസിൻ്റെ ഉടമയാണ് ഞാനൊരു ശ്വാസം മാത്രമാണെന്ന് തിരുവചനം ഓർപ്പിക്കുകയാണ്. ദൈവമക്കളെ, എന്തിലാണ് നമുക്ക് പ്രശംസിക്കാനുള്ളത്? നമുക്ക് മറ്റുള്ളവരോട് വഴക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുമോ? കോപത്തോടെ ജീവിക്കാൻ കഴിയുമോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അനീതിയായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ട് കണ്ടില്ലാപ്പെട്ട് ജീവിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവർ? കാരണം
എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം. തിരുത്താൻ പിന്നെ അവസരങ്ങൾ കിട്ടിയെന്ന് വരികയില്ല. അതാണ് മനുഷ്യൻ്റെ ആയുസ്, മനുഷ്യൻ്റെ ജീവിതം എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? എപ്പോഴും നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് കരുതലോടെ ജീവിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതണ്ട എന്നോ നാളെ ഒന്നും ചെയ്യണ്ട എന്നല്ല. പിന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാം ദൈവകരങ്ങളിൽ വെച്ച് കർത്താവെ നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ എന്നുള്ള ഒരാശ്രയബോധവും ഒരു പ്രാർത്ഥനയും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവമക്കളെ, ദൈവമക്കളുടെ ജീവിതത്തിൽ അത് കൂടിയേ കഴിയൂ. നാം സ്വന്തമായിട്ടോ നമ്മുടെ അഹങ്കാരത്തിലോ ഒന്നും ചെയ്യാനിടവരരുത്. എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ അർപ്പിച്ച്, ദൈവമേ നിന്റെ ഇഷ്ടമെന്തെന്ന് ഞാൻ അറിയുന്നില്ല, നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് എന്ത്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വളരെ കാതലായൊരു സത്യമാണ് നമ്മെ പഠിക്കുന്നത്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നാം ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിക്കേണ്ടവരല്ല. പിന്നെയോ നാം ഉയരത്തിലുള്ളത് ചിന്തിക്കണം, സ്വർഗത്തിലുള്ളത് ചിന്തിക്കണം, വരുവാനുള്ളത് ചിന്തിക്കണം. ദൈവവചനത്തെക്കുറിച്ചും ദൈവാത്മാവിൻ്റെ നടത്തിപ്പുകളെക്കുറിച്ചും വരുംകാല ജീവിതത്തിൽ ഞാൻ എത്തിപ്പറ്റാൻ പോകുന്ന ആ ശോഭനതീരമാകുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ചും എപ്പോഴും ചിന്തിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വളരെ കഠിനമായിട്ടാണ് അല്ലെങ്കിൽ കർശനമായിട്ടാണ് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ ഒരു പ്രഭാതം മുതൽ ആ പ്രദോഷം വരെയുള്ള ജീവിതത്തിൽ നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കണം. ഞാൻ എത്ര സമയം എൻ്റെ കർത്താവിനോട് കൂടെയായിരുന്നു? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന മുറിയിൽ നിന്ന് എഴുന്നേറ്റാൽ ഇരിക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി എപ്പോഴും പ്രാർത്ഥന മുറിയിൽ തന്നെ ഇരിക്കണമെന്നല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തോട് കൂടെയാണോ? എൻ്റെ ദൈവമേ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടോ? ദൈവമക്കളെ, നാം ചിന്തിച്ച് നോക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നതാണ്, നാം ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അതിൽ മാത്രം വ്യാപൃതരായി ജീവിക്കാനല്ല, പിന്നെയോ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ദൈവം ഇതിൽ എന്താ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? എനിക്കൊരു മരണമുണ്ട് എന്ന്, ഇതെല്ലാം വിട്ട് ഞാൻ കടന്നു പോകേണ്ടവനാണെന്ന്, എന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട് എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഉയരത്തിലുള്ള ചിന്തകൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ചിന്തകൾ. പ്രിയപ്പെട്ടവരെ, ഹൃദയം ലോകത്തിലായിരിക്കാം, ശരീരം കൊണ്ട് നാം ലോകത്തിലായിരിക്കാം. പല കാര്യങ്ങളിൽ നമുക്ക് ജീവിത കാര്യങ്ങളിൽ ഇടപെട്ടേ മതിയാകുകയുള്ളൂ. നമുക്ക് മക്കളുണ്ട്, ഉപജീവനത്തിന് മാർഗം വേണം. പ്രിയപ്പെട്ടവരെ, അതിനോട് കൂടെ നിങ്ങൾ പരിശോധിച്ച് നോക്കണം, എൻ്റെ ഹൃദയം എവിടെയാണെന്ന്, എൻ്റെ ഹൃദയം എവിടെയായിരിക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ വചനം പറയും, നിങ്ങളുടെ നിക്ഷേപമുള്ളയിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്ന്. നമ്മുടെ ഹൃദയം എവിടെയാണ് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അത് ചിന്തിക്കണം ദൈവമക്കളെ, ഹൃദയം എവിടെയാണെന്ന്. നാം പ്രഭാതത്തിൽ എഴുന്നേറ്റു, തീരുമാനമെടുത്തു, തിരുവചനം വായിച്ചു, പ്രാർത്ഥിച്ചു, ജീവിതത്തിൽ സമർപ്പണങ്ങൾ എടുത്ത് നാം ദൈനംദിന ജീവിതത്തോടനുബന്ധിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ നമ്മുടെ ഹൃദയം എവിടെയാണ്? പിന്നെ യേശുവേ എന്നൊരു ചിന്തയുണ്ടോ? പിന്നെ കർത്താവേ എന്നൊരു വിളിയുണ്ടോ? അപ്പോൾ നിനക്ക് സ്തുതിയെന്ന് പറയാൻ നമ്മുടെ ഹൃദയം എപ്പോഴെങ്കിലും ചലിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ദൈവമക്കളെ, ക്രിസ്തുവിനോട് കൂടെ മരിച്ച ഒരു ദൈവത്തിൻ്റെ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ് ആര്? ക്രിസ്തുവിനോട് കൂടെ
ക്രൂശിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവൈതലിൻ്റെ ആത്മാവിൻ്റെ അനുഭവമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിന്ന് നാം ഒരുപക്ഷെ കടന്നു പോയിരിക്കുക, എന്നാൽ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോട് കൂടെ അവൻ്റെ മക്കള് തേജസ്സിൽ വെളിപ്പെടുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മെ ഭരിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവിന് സ്തോത്രം. സഹോദരൻ, എന്താ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഈ ലോകത്തിലെ കാര്യങ്ങളാണോ? അതോ ഇവിടം വിട്ടാൽ എനിക്ക് യേശുവിൻ്റെ സന്നിധിയിൽ ചെല്ലണമെന്ന്, ഈ ശരീരം വിട്ടാൽ അവിടെ എത്തണമെന്നുള്ള ഉറപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ? അതിനുള്ളൊരു പ്രാർത്ഥനയും കാത്തിരിപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ? അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമല്ലേ പ്രിയപ്പെട്ടവരെ? ആത്മാവിൻ്റെ അവസ്ഥ, ഈ ശരീരം വിട്ടാൽ എൻ്റെ ആത്മാവ് എൻ്റെ യേശുവിനോട് കൂടെയാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പ്രത്യാശ വച്ചിരിക്കുന്ന, നാം കാത്തിരിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന ആ നിത്യതയിൽ നമ്മുടെ ആത്മാവ് യേശുവിനോട് കൂടെ ആയിരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു നിത്യത തന്നെയാണ്, എന്നാൽ നിത്യത യേശുവിനോട് കൂടെയാണോ? ദൈവമക്കളെ, അനേകർക്കും ഇന്നതൊരു ചിന്താവിഷയം പോലുമല്ല മരണമെന്നത്. പ്രിയപ്പെട്ടവർ, എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം, എപ്പോൾ വേണമെങ്കിലും ഈ ശരീരം വിട്ട് ആത്മാവ് കടന്നു പോകാം. പ്രിയപ്പെട്ടവർ, പിന്നെ തിരുത്താനുള്ള അവസരമുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ. എന്ത്? കർത്താവായ യേശു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ നാമും വെളിപ്പെട്ടു വരുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം കർത്താവ് സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിലേക്ക് പോയതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. നാം ഓരോരുത്തരും ചിന്തിക്കണം, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചവരാണോ എന്ന്. ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ ഇരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ നാം ഇനി വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കണം. ഞാൻ ഈ കാലങ്ങളിലൊക്കെ ചിന്തിക്കാറുണ്ട്, മനുഷ്യന് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമോ എനിക്കറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, അല്ല കുറച്ച് കടമോ രോഗമോ പല പോരായികളൊക്കെ നമുക്ക് ഉണ്ടായിക്കോട്ടെ ദൈവം, എന്നാലും നമുക്ക് ആത്മാവിൽ ഒരുക്കമുള്ളവരായി ജീവിക്കാൻ അതൊന്നും തടസ്സമല്ല. പ്രിയപ്പെട്ട യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കണം. ഞാൻ എപ്പോഴും പറയും ദൈവമക്കളെ, കുറേ വേദപുസ്തകം പഠിച്ചതോ കുറേ വേല ചെയ്തു എന്ന് പറയുന്നതോ ഒന്നുമല്ല ദൈവമക്കളെ. എന്താണ് യഥാർത്ഥമായ മാനസാന്തരം? യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നതാ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. സുവിശേഷം എന്താ പ്രിയപ്പെട്ടവരെ? അത് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ് സുവിശേഷം. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഈ അടുത്ത കാലത്തൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, കൂടുതലൊന്നും ഈ വേദപുസ്തകത്തെക്കുറിച്ച് പഠിച്ചില്ലെങ്കിലും, അവഗാഹമായ കാര്യങ്ങളൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഏറ്റവും ലളിതമായത് എന്ത്? യേശുക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന്, യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി എന്ന്. അവൻ്റെ രക്തം കൊണ്ട് കഴുകാൻ കഴിയാത്ത ഒരു പാപവും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല, ഞാനും ചെയ്തിട്ടില്ല. ദൈവമക്കളെ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്ത്? ഈ കൂടാരം വിട്ടാൽ ആത്മാവ് അവിടെ എത്തുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നാം ഒരുങ്ങേണ്ടത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. നമുക്കിവിടം വിട്ടാൽ അവിടെ എത്തണം പ്രിയപ്പെട്ടവരെ. കർത്താവിനോട് കൂടെ നമുക്ക് ജീവിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 55-ാമത്തെ വാക്യം നാം വായിച്ചു കേൾക്കാം. ഇവിടെ നാം വായിച്ചു, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയി, അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് വായിക്കാം നമുക്ക്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് പിടയുമ്പോൾ ആ മരണവേദനയുടെ നടുവില് അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സ്വർഗത്തിലേക്ക് ആര്? സ്തെഫാനോസ് ആ കല്ലേറുകളുടെ നടുവില്. പ്രിയപ്പെട്ടവരെ, ആ നീചമായ ആ മരണത്തിൻ്റെ മധ്യത്തിൽ അനേകരിൽ നിന്ന് ഒരുമിച്ച് കല്ലെറിഞ്ഞ്
കാറ്റിലറിയുമ്പോൾ സ്തേഫാനോസ് ഉയരത്തിലേക്ക് നോക്കി. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ശരീരം പിടഞ്ഞു മരിക്കുകയാണ്, അസ്ഥികൾ ഒടിഞ്ഞു ചിതറുകയാണ്, മരണവേദന കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നാം വായിച്ചു എന്ത്? അവൻ ആത്മാവ് നിറഞ്ഞവനായി ഉയരത്തിലേക്ക് നോക്കി. അപ്പോൾ എന്താ കണ്ടത്? ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് യേശു ക്രിസ്തു നിൽക്കുന്നതും കണ്ടു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് കൊലോസ്യ ലേഖനത്തിലും പറഞ്ഞത്, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തിലുള്ളത്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, സ്തേഫാനോസ് ആ കഷ്ടതയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നോക്കിയപ്പോൾ അവൻ കണ്ടു എന്ത്? എൻ്റെ അരുമമണവാളനായ യേശു എന്നെ എതിരേൽപ്പാൻ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ ഒരു ഭക്തൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. സ്വർഗത്തിൻ്റെ ആ തിരുസാന്നിധ്യം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. സ്തേഫാനോസ് കണ്ടു ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം-അധ്യായത്തിന്റെ 18 മുതൽ വായിക്കാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് വേദനയോട് പറയുകയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അപ്പോസ്തലൻ കരയുകയാണ്. എന്ത്? ഈ വചനമെല്ലാം കേട്ടിട്ടും, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്വരം കേട്ടിട്ടും അനേകർ യേശുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നത് കണ്ടിട്ട് അപ്പോസ്തലന് ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. വായിക്കാം. അവരുടെ അവസാനം നാശം. അപ്പോസ്തലൻ പറയുകയാണ്, അവർക്ക് ഇന്നൊന്നിനും കുഴപ്പമില്ല, എന്നാൽ ഞാൻ ആത്മാവിൽ കാണുകയാണ് എന്ത്? അവർക്കൊരവസാനമുണ്ട്, അത് നാശമാണ്. അവരുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകും. അവരുടെ ദൈവം വയറ്. അവരുടെ ദൈവം വയറാണ്. അവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. അവർ ഈ ലോകകാര്യങ്ങൾ വ്യാപൃതമായിരിക്കുകയാണ്. അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ലജ്ജയായത് ഒരു കാലത്ത് ലജ്ജയായിരുന്നത്, പിതാക്കന്മാരുടെ കാലത്ത് നിന്നയായിരുന്നത്, അവഹേളനമായിരുന്നത്, പ്രിയപ്പെട്ടവരെ, തലമുറകൾ മാറി വന്നപ്പോൾ ഇന്നെല്ലാം ലജ്ജയില്ലാതായി പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ, ദൈവമക്കളെ, മനുഷ്യരിലേക്ക് നോക്കിയാൽ, അർത്ഥവസ്ത്രധാരികളായവര്, മദ്യപിച്ച് ലക്കുകെട്ട് നടക്കുന്നവര്, പ്രിയപ്പെട്ടവരെ, അസാൻമിക മാർഗങ്ങളിലൂടെ ജീവിതം തള്ളിനിട്ട് നടക്കുന്നവര്, അതിനെക്കുറിച്ചൊന്നും ഒരു ലജ്ജയില്ലാത്ത ഒരു തലമുറയിലാണ് നാം എത്തിപ്പറ്റിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു. അവർക്ക് വലിയ നാശം വരാൻ പോവുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, അവരുടെ ദൈവം വയറാണ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. വായിച്ചോ. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അവരുടെ ചിന്ത ആകെ ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്. ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയാണ്, ഈ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവരുടെ ചിന്ത ഈ ലോകത്തിൽ മാത്രമാണ്. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്ത്? എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഈ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങളിൽ മാത്രമല്ല പ്രത്യാശയുള്ളത്, നമുക്കൊരു പൗരത്വമുണ്ട്. ഇവിടെ എനിക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സഹോദര, നിന്റെ ഹൃദയത്തിൽ ആ ബോധ്യമുണ്ടോ? എന്ത്? എനിക്കൊരു പൗരത്വമുണ്ട് എന്ന്. കണ്ണു കാണാത്ത ആ നിത്യതയിൽ യേശുവിൻ്റെ രാജ്യത്തിൽ ഞാനൊരു പ്രജയായി ജനിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെ ഈ കോണിൽ, ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ, ആരും അറിയാത്തൊരു കുഗ്രാമത്തിൽ, സഹോദര, നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും മകനായി ഒരു പ്രജയായി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്നാൽ സ്വർഗത്തിൽ നീ ജനിച്ചിട്ടുണ്ടോ? നിത്യതയിൽ നിന്റെ പേരെഴുതിയിട്ടുണ്ടോ? നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതൊക്കെ എത്ര സത്യമാണ്. കർത്താവേ, നിന്റെ ക്രൂശുമരണത്തെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ ക്രൂശുമരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുകയും മാത്രമല്ല, ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്ത്? നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർത്തിരിക്കുകയാണെന്ന്.
എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഏതാ ആദ്യം നടക്കുന്ന അറിഞ്ഞുകൂടാ. എൻ്റെ മരണമാണോ യേശുക്രിസ്തുവിൻ്റെ വരവാണോ അറിഞ്ഞുകൂടാ. ഇത് രണ്ടായാലും കുഴപ്പമില്ല. ദൈവത്തിലെ നീ ഒരു വിശുദ്ധനാണെങ്കിൽ, നീ യേശുക്രിസ്തുവിൻ്റെ പൈതലാണെങ്കിൽ, സഹോദര, ഏത് നടന്നാലും കുഴപ്പമില്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ദൈവമക്കളെ, നാം കാത്തിരിക്കണം, നാം ഒരുങ്ങിയിരിക്കണം. നാം പ്രത്യാശയുള്ളവരാണ്. എന്തിനെക്കുറിച്ച്? യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. ദൈവമക്കളെ, ഇവിടെ ഒരു താൽക്കാലികമായ വാസമേ നമുക്കുള്ളൂ. 7-10 ഏറെയായാൽ 80 മാത്രം. ഇത് വിട്ട് നാം കടന്നു പോകേണ്ടവരാണ്. അതിൻ്റെ താഴോട്ട് വായിക്കുന്നുണ്ട്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്ന്. ദൈവമക്കളെ, നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ ഇനിയും രൂപാന്തരപ്പെടുത്തും. അല്ലാതെ മണ്ണോട് മണ്ണായി പോയാലും, പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് വരുമ്പോൾ നമുക്ക് പുതുശരീരം ലഭിക്കും. ഈ മർത്യമായ ശരീരത്തെ അന്ന് അമർത്യമായ ശരീരമാക്കി മാറ്റും. ഈ ദ്രവത്വമുള്ള മണ്ണോട് മണ്ണായ ശരീരം അന്ന് അദ്രവത്വമുള്ളതായി മാറും. പ്രിയപ്പെട്ടവരെ, അന്ന് നാം ക്രിസ്തുവിനോട് കൂടെയായിത്തീരും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ച് നോക്കണം, നമുക്ക് ആ പ്രത്യാശയുണ്ടോ എന്ന്. ദൈവമക്കളെ, അബ്രഹാം പിതാവിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ദൈവമക്കളെ, 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി അവനോട് പറയുകയാണ്. 15-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നുണ്ട്, അബ്രഹാമേ, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നതെന്നാണ് അബ്രഹാമിനെ ഉറപ്പിക്കുന്നത്. അനേക വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്ന കാര്യമാണ്. ഉൽപ്പത്തി 15-15 വായിക്കാം. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട്. അബ്രഹാമിന് അത്രമാത്രം പ്രായമൊന്നും അപ്പോൾ ആയിട്ടില്ല. എന്നാൽ ദൈവം പറയുകയാണ്, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. വായിച്ചോ. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. നല്ല വാർദ്ധക്യത്തില് നീ മരിച്ച് അടക്കപ്പെടുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് അനേക വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തു. സന്തതികളെ കുറിച്ച്, നിന്റെ സന്തതി അന്യദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കുമെന്ന്, അവിടെ ഇവർക്ക് പീഡയുണ്ടാകുമെന്ന്, അനേക കാര്യങ്ങൾ പറഞ്ഞു. മക്കളൊന്നുമില്ല അബ്രഹാമിന്. എന്നാൽ ആ കൂട്ടത്തിൽ ദൈവം പറയുകയാണ്, നീ നല്ല വാർദ്ധക്യത്തിൽ മരിച്ച് അടക്കപ്പെടും, നീ സമാധാനത്തോടെ മരിച്ച് അടക്കപ്പെടുമെന്ന്. ദൈവമക്കളെ, എന്തു വലിയ ഭാഗ്യമാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. നീ സമാധാനത്തോടെ മരിക്കുമെന്ന്. ദൈവമക്കളെ, സമാധാനത്തോടെ മരിക്കാൻ കൃപ കിട്ടണം. നമുക്ക് സ്വസ്ഥതയോടെ കടന്നു പോകാൻ കഴിയണം. ദൈവമക്കളെ, പ്രത്യാശയോടെ കടന്നു പോകാൻ കഴിയണം. നിത്യനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സമാധാനത്തോടെ മരിക്കുമെന്ന്. നീ നല്ല വാർദ്ധക്യത്തിൽ മരിച്ച് അടക്കപ്പെട്ട് പിതാക്കന്മാരോട് ചേരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അബ്രഹാം 175-ാമത്തെ വയസ്സിൽ മരിച്ച് അടക്കപ്പെട്ടു എന്ന് ഉൽപ്പത്തി 25-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയമക്കളെ, എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സമാധാനത്തോടെ മരിക്കും, നീ നല്ല വാർദ്ധക്യത്തിൽ മരിക്കുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം ഒരു ദൈവവേദന. എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം. സമാധാനമുള്ള ഒരു അന്ത്യം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നാം പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചു, ഒരു ഭക്തൻ മരിക്കുന്ന പോലെ എനിക്ക് മരിക്കണമെന്ന്. ദൈവമക്കളെ, എന്നാൽ ഭക്തൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് ഭക്തൻ്റെ മരണം അവന് കിട്ടിയില്ല. ദൈവമക്കളെ, നാം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, ഒരു സമാധാനമുള്ള അന്ത്യം, ഒരു പ്രത്യാശയുള്ള മരണക്കിടക്ക. ദൈവമക്കളെ, നമ്മുടെ അരികിൽ വരുന്നവർക്ക് യേശു ജീവിക്കുന്നുവെന്ന് അറിയാൻ തക്കവണ്ണം സ്വസ്ഥതയോടും സമാധാനത്തോടും പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് മരിക്കാൻ. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ പ്രിയപ്പെട്ട. എന്നാൽ നീ ഒരു യഥാർത്ഥ ദൈവവേദനാണെങ്കിൽ നീ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ മരണവും നിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതായിരിക്കണമെന്ന്. എൻ്റെ മരണക്കിടക്കയും നിൻ്റെ തിരുസാന്നിധ്യം അനേകർ അറിയുന്നതായിരിക്കണമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സമാധാനത്തോടെ മരിക്കും, നീ നല്ല വാർദ്ധക്യത്തിൽ മരിക്കുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3:2 മുതൽ വായിക്കാം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു.
നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് രേഖപ്പെടുത്തി വെച്ചാണ് നാം ദൈവമക്കളാവുന്നു, എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. വായിച്ചോ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ആര്? കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അവൻ ഇരിക്കുന്നത് പോലെ അവനെ നാം കാണേണ്ടതാകുന്നു. ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ ഏതാണെന്ത്? യേശു പ്രത്യക്ഷനാകുമ്പോൾ അവനെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന്. ഇന്ന് ഈ കണ്ണുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുകയില്ല, ഇന്ന് യേശുവിനെ കാണാൻ കഴിയുകയില്ല. ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ വാഴ്ത്തിപ്പാടുന്ന എൻ്റെ യേശുവിനെ കാണാൻ ഇന്ന് എൻ്റെ ഐഹിക കണ്ണുകൾക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവമക്കളെ, അന്ന് അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അവനോടുകൂടെ തേജസ്സിൽ നാം ഉയർക്കുമ്പോൾ, അന്ന് നമ്മുടെ കണ്ണ് അവനെ കാണും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അന്ന് നാം മുഖാമുഖം അവനെ കാണും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഭക്തന്മാരായ ദൈവമക്കൾ പാടിയത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് തേജസ്സിൽ എൻ്റെ പ്രിയൻ്റെ മുഖം കാണും. ദൈവമക്കളെ, നാം ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം തേജസ്സിൽ യേശുവിൻ്റെ മുഖം കാണുവാൻ. ദൈവമക്കളെ, അന്ന് നാം പ്രിയം വെച്ച, നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി കുരിശിൽ നിന്നയേറ്റ, നമുക്ക് വേണ്ടി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അടികൊണ്ട് വിരൂപനാക്കപ്പെട്ട, എല്ലാവരാലും നിന്ദിതനായി, മനുഷ്യൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ അവഗണിക്കപ്പെട്ടവനായി കടന്നുപോയ എൻ്റെ കർത്താവിനെ, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ അവൻ മനുഷ്യ സദൃശ്യത്തിൽ ജീവിച്ചു, മനുഷ്യ ശരീരത്തിൽ അവൻ ശിക്ഷയേറ്റു. എന്നാൽ ദൈവമക്കളെ, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നവൻ തേജസ്സിൽ വസിക്കുകയാണ്. ആ തേജസ്സിലാണ് അവൻ വെളിപ്പെടുന്നത്. അന്ന് ദൈവമക്കളെ ഉയർത്തെഴുന്നേറ്റ തേജസ്സിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്കും അവനെ കാണണം, നമുക്കവനെ ആരാധിക്കാം, നമുക്കവനെ മഹത്വപ്പെടുത്താം. അവൻ്റെ പൊന്നുപാദങ്ങൾ നമുക്ക് ചുംബിക്കണം. ദൈവമക്കളെ, അവൻ്റെ ആണിപ്പാടുള്ള പാദങ്ങൾ നമ്മുടെ ആനന്ദത്തിൻ്റെ കണ്ണുനീരുകളെ ഒഴുക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ തേജസ്സിൽ നാമും അവനോടുകൂടെ വെളിപ്പെടും. ദൈവത്തിന് നാം മഹത്വപ്പെടുവാനായിട്ട്. ദൈവത്തിൻ്റെ സ്തോത്രം.